സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യകിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു. ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാനും തിങ്കളാഴ്ചയോടുകൂടി ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്ത മഴ മുന്നറിയിപ്പായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണോ നിലവിൽ തരുന്നത്? രോഹിണി, ഈ മാസം 29-ാം തീയതി വരെ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. അലേർട്ടുകളൊക്കെ തന്നെ 5 ദിവസത്തേക്ക് കൂടി അലേർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് അലേർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എങ്കിൽ കൂടി ശക്തമായ മഴ തുടരുമെന്നൊരു കാര്യം മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. പ്രളയ സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇവിടെ ഒരു ന്യൂനമർദ്ദം, ബംഗാളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ചുഴലിക്കാറ്റായി മാറാനുള്ളൊരു സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു. എന്തായാലും പ്രളയ സാധ്യത മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. നദീതടങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കരമന അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിന് വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെയും അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. നാളെ 2 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. ഇനി വരുന്ന 5 ദിവസം കൂടി മത്സ്യബന്ധനത്തിന് കേരള, കർണാടക തീരങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്ന ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം സമുദ്ര ഗവേഷണ പഠന വകുപ്പും നൽകുന്നുണ്ട്. ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത്. എന്തായാലും അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരത്തും ചെറിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പക്ഷെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. എന്നാൽ വരും മണിക്കൂറിൽ ഈ ഒരു അന്തരീക്ഷം മാറാനുള്ള സാധ്യത കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ കണക്കിലാക്കുന്നത്. ശരി ശ്രീനന്ദ, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.